ഗായ്സ്, അപ്പോൾ ഈ എക്സ്പ്രഷൻ വെറുതെ ഇടുന്ന നല്ല അടിപൊളി മധുഹൂത്ത് ഉണ്ടാക്കി നമ്മൾ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടാൽ ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, ക്യാരറ്റ്, മാഗി ക്യൂബ്, പിന്നെ 3 ചില്ലി, ഡ്രൈ ലെമൺ, പിന്നെ സാദാ ലെമണും, പിന്നെ അത് സ്ക്യൂസ് ചെയ്യാണ് റൈസിൽ. പിന്നെ അറേബ്യൻ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സർ ഗ്രൈൻഡറിൽ നമ്മൾ 3 ചില്ലി, ടൊമാറ്റോ, ഗാർലിക്, ജിഞ്ചർ പേസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് അത് നമ്മൾ പേസ്റ്റായി വന്നു. ആൻഡ് നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓണിയൻ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നവരെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഷെഫ് എൻ്റെ ഉപ്പയാണ്, അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. ആൻഡ് നമ്മൾ സോൾട്ടും ടേമറിക് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില്ലി പൗഡർ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ പട്ട, ഗ്രാമ്പൂ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് 2 ഡ്രൈ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫ്രൈ ചെയ്യാനാണ്. ആൻഡ് ഒരു വിസിലടിക്കണം, എയർ പോകാൻ വേണ്ടി കുറച്ച് നേരം വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒരു ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലോട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബൗളിൽ ഞാൻ 2 ബൗൾ റൈസ് എടുത്തു. അപ്പോൾ നമ്മൾ 3 ബൗൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും എല്ലാതും കൂടി നല്ല മിക്സ് ആവണം. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ 3 ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറി ലീവ്സും, പിന്നെ മല്ലിയില നല്ല കട്ട് ചെയ്തിട്ട് നമ്മൾ കുനുകുന ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ നല്ല ഫ്രൈ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഗ്രീന് മസാലയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പം എല്ലാം ട്രൈ ചെയ്ത് കൊടുക്കാം. ബൈ.